ഞാൻ തടവുകാരനായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇത് ഓരോ തടവറയിൽ നിന്നും ഉയരുന്ന ക്രിസ്തു സ്വരമാണ്. ഈ സ്വരം ശ്രവിച്ച് ജയിലറകളുടെ ഉള്ളിലേക്കു കടന്നു ചെന്ന് ക്രിസ്തു സ്നേഹം പകരുന്ന ഒരു വൈദികനൊപ്പമാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ യാത്ര. ഇത് CMF സഭാംഗമായ ഫാദർ സബി കൊച്ചിക്കുന്നേൽ, തടവറകളിൽ പ്രേക്ഷിതവേല ചെയ്യുന്ന ജീസസ് ഫ്രട്ടേണിറ്റി എന്ന പ്രേക്ഷിത സംഘത്തിൻ്റെ എറണാകുളം സോണിൻ്റെ അമരക്കാരൻ. അനേകം കുറ്റവാളികളായ മക്കളെ പുത്തൻ ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് കരം പിടിച്ചു നയിക്കുന്ന ഇടയൻ. ലഹരിക്കടിമപ്പെട്ടും മറ്റു തിന്മകളിലും കഴിയുന്ന അനേകം വ്യക്തിത്വങ്ങളെ തേടി സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് സഞ്ചരിക്കുന്ന ജീവിതം. ആഴമായ ദൈവാനുഭവത്തിൽ നിലനിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ബലിയുടെ സന്ദേശം അനേകർക്ക് മുറിച്ചു നൽകുവാനായി സഞ്ചരിക്കുന്ന വൈദികൻ. തൻ്റെ സുവിശേഷ വയലിലെ ആർദ്രമായ അനുഭവങ്ങളെ സെബിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ശാലോം ടിവിയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാബി കൊച്ചിക്കുന്നേൽ എന്ന ചെറുപ്പക്കാരനെ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചിക്കുന്നേൽ CMF ആക്കി ദൈവം വളർത്തിയ അനുഭവങ്ങളാണ് അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചത്. പ്രത്യേകിച്ച് 21-ാമത്തെ വയസ്സിൽ കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാനിടയായതും 31 വയസ്സിൽ സെമിനാരിയിൽ പോയതും അതിനുശേഷം ദൈവം എടുത്തുപയോഗിച്ച വിവിധ ശുശ്രൂഷ മേഖലകൾ, തിരുവനന്തപുരത്ത് മാനസിക രോഗികളെ ഒക്കെ സഹോദരങ്ങളെ പുനരധിവസിപ്പിക്കുന്ന ആ ശുശ്രൂഷ മേഖലയും, ഒടുവിൽ അച്ഛൻ ഇന്ന് ഇഷ്ടപ്പെടാതിരുന്ന ഒരു ശുശ്രൂഷ മേഖലയിൽ ദൈവം എത്തിച്ച് വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ജീസസ് ഫ്രട്ടേണിറ്റി ജയിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ ഓരോ പങ്കുവയ്ക്കലുകളും വളരെ വളരെ പ്രചോദനാത്മകവും ദൈവ തീഷ്ണത നിറഞ്ഞതുമായിരുന്നു. അച്ഛൻ തീർച്ചയായിട്ടും അച്ഛൻ ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ ആദ്യമേ പങ്കുവെച്ച് തുടങ്ങേണ്ടത് ജയിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യം. അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ആകാംക്ഷയുണ്ട്. ഒരു അച്ഛൻ്റെ ഒരു വൈകിയുള്ള ഒരു ദൈവവിളി അത് അച്ഛനാവുന്നു. കിട്ടുന്ന ശുശ്രൂഷ മേഖലകളെല്ലാം തന്നെ കുറച്ചുകൂടെ നമ്മളുടെ ഒരു ടഫായിട്ടുള്ള ശുശ്രൂഷ മേഖലകളാണ്. പക്ഷെ അച്ഛൻ വളരെ സ്നേഹത്തോടെ ചെയ്യുന്നു. ഒരു വൈദികൻ എന്ന നിലയിൽ ഇതുപോലെ തീഷ്ണതയോടെ അച്ഛനെ ഞാൻ പരിചയപ്പെട്ട ചെറുപ്പക്കാരനായിരുന്ന കാലം മുതൽ ഇന്ന് വരുന്ന ചെറുപ്പക്കാരനാണ്, ഇന്ന് വരെയും അച്ഛൻ വളരെ തീഷ്ണതയോടെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അച്ഛനെ ഈ തീഷ്ണതയിൽ പിടിച്ചു നിൽക്കാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യം എന്താ? തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന. ലേമാനായിരുന്ന സമയം മുതൽ, അൽമാനായിരുന്ന സമയം കാലഘട്ടം മുതൽ 13 കിലോമീറ്റർ പോയി യേശു എൻകൗണ്ടർ നടന്നതിന് ശേഷം, ഞാൻ പറയുന്ന വാക്കിനകത്തുകൊണ്ടാണ്, ഒരു ദൈവാനുഭവം കിട്ടിയതിന് ശേഷം ഒരിക്കലും ഞാൻ ബലി മുടക്കില്ലായിരുന്നു. രാവിലെ ബലിയർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹോട്ടലിൽ ഞാൻ പണിതിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കില്ല. എന്തെങ്കിലും രാവിലെ ബലിയർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് കോതമംഗലത്ത് ഏതെല്ലാം ഏരിയകളിൽ ഏത് കപ്പേളയിൽ കുർബാനയുണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഏത് ധ്യാനമന്ദിരത്തിൽ ഇന്നുണ്ട്, അവിടെ പോയി ബലിയർപ്പിക്കാമായിരുന്നു. അപ്പം ആ ഒരു വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ദിവികാരുണ്യനാഥനുമായിട്ടുള്ള ബന്ധം. മറ്റൊന്നാണ് പരിശുദ്ധ അമ്മയായിട്ടുള്ളൊരു അഗാധമായ ബന്ധം എനിക്ക് തന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മാതാവിനെ കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് കുറച്ചുകൂടെ അച്ഛൻ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുർബാനയെക്കുറിച്ച് അച്ഛൻ ഒന്നുകൂടെ അച്ഛനെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു അടുപ്പം കുർബാനയോട് ഉണ്ടായത് അച്ഛൻ? അത് ഏതോ കാലഘട്ടങ്ങളിൽ ഏതോ ഒരു അച്ഛൻ, ഏതച്ഛനെന്ന് ഓർക്കുന്നില്ല, ഏത് വൈദികനും ബലിയർപ്പിക്കുമ്പോഴും കാസയിലേക്കും പീലാസയിലേക്കും നിന്നെ തന്നെ കൊടുക്കുക, വാഴ്ത്തപ്പെടാൻ വേണ്ടി. വാഴ്ത്തപ്പെടാതെ വിഭജിക്കരുത്. ഏതോ കാലഘട്ടങ്ങളിൽ യേശുവിനെ അറിഞ്ഞ ശേഷം ഏതോ വൈദികൻ പ്രഘോഷിച്ച ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ എന്നെ സ്പർശിച്ചു. അതിനുശേഷവും പൗരോഹിത്യം കിട്ടിയതിന് ശേഷവും ഈശോ ആഴമായ ഒരു അനുഭവത്തിലൂടെ വിശുർബാനയുടെ ഒരനുഭവം എനിക്ക് തന്നു. കാരണം എനിക്ക് വലിയൊരു ക്രൈസിസിലൂടെ കടന്നുപോയി. അനേകം ക്രൈസിസ് സമയത്ത് തിരുവചനം എന്നെ വിടിവിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു മാനസിക പീഡിയോ എൻ്റെ അച്ഛനോട് ഞാൻ പങ്കുവെച്ചു. കാരണം അച്ഛനെല്ലാം പങ്കുവെച്ച അവസ്ഥ പക്ഷെ എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനം ഉപയോഗിക്കുമ്പോൾ എനിക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ ശക്തിയിൽ വിടുതൽ കിട്ടിയിട്ടുണ്ട്.
പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തിയാൽ വിടുതൽ കിട്ടിയിട്ടുണ്ട്, തിരുരക്തത്താൽ വിടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ക്രൈസ്തവർ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പോലും എന്നിൽ പീഡ കൂടിക്കൊണ്ടിരുന്നു. അതെൻ്റെ പൗരവത്തിൻ്റെ 2ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാനത് എൻ്റെ വീട്ടിൽ ചെന്നേക്കുന്ന ലീവിൽ ചെന്നേക്കുന്ന അവസരമാണ്. അപ്പം എൻ്റെ അമ്മ അറിയാതിരിക്കാൻ 9 മണിയായപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് ഭയങ്കര ക്ഷീണ, വർത്തമാനം പറയരുത്, എന്ന് കിടക്കുക എന്ന് പറഞ്ഞു ബെഡ്ഷീറ്റ് കവർ ചെയ്ത് കിടക്കുക. അപ്പോൾ ഓരോ പ്രാർത്ഥിക്കും, വചനം നെഞ്ചോട് വെച്ച് പറഞ്ഞു, വചനത്തോട് കാണിച്ച് എല്ലാ അനാഥരുകളിലും മാപ്പ് അപേക്ഷിക്കുന്നു. വചനശക്തിയാൽ എന്നെ അസ്വസ്ഥത എല്ലാം വിട്ടുപോട്ടെ. പക്ഷെ പ്രാർത്ഥിച്ചപ്പോഴും ഇരട്ടി പീഡയാണ് ഉണ്ടായത്. ബൈബിൾ മാറ്റി വെച്ചു, പരിശുദ്ധ അമ്മയുടെ പടം നെഞ്ചോട് ചേർത്ത് വെച്ചു. കാരണം അനേകം എൻ്റെ ജീവിതത്തിൽ അമ്മയൊരു സജീവ സാന്നിധ്യമാണ്. ജപമാല എപ്പോഴും ഞാൻ കിടക്കുമ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ചിലപ്പോൾ തലടിയിലും ചിലപ്പോൾ താഴെയായിരിക്കും, പക്ഷേ രാത്രിയുടെ ആമെങ്കിൽ പോലും ഞാൻ ചാടി എടുക്കും. എപ്പോഴെല്ലാം എനിക്ക് അസ്വസ്ഥത ഉണ്ടാവും, ചാടി മുറുകെ പിടിക്കും, വിടാറില്ല. അപ്പോൾ ഈ അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മയെ നരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്തോളെ. കാരണം ഉത്ഭവമില്ലാതെ കടന്നു വന്നു. നരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്തുകൊണ്ടാണ് അമ്മ കടന്നു വന്നത്. അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മയെ ഈ തിന്മയുടെ ശക്തി തകർക്കപ്പെടണമേ. അപ്പോഴും പീഡ വർദ്ധിച്ചു. ഏകദേശം 2 മണിയോളായി. കാരണം എൻ്റെ അടുത്തിപ്പോൾ ഞാൻ മൊബൈലിൽ വെക്കും, ടൈം ഇടയ്ക്ക് നോക്കാൻ വേണ്ടി. 2 മണിയോളായി രാത്രി. പൂർണ്ണമായും എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിക്ക് ആ ഒരു അവസ്ഥയിലെത്തിയപ്പോഴേക്കും വളരെ വ്യക്തമായൊരു സ്വരം ഞാൻ കേട്ടു. പുരോഹിതനായ എന്നോട് എൻ്റെ പൗരവത്തിൻ്റെ 2ാമത്തെ വട്ടത്തിൽ ആദ്യത്തെ മാസം, ഫെബ്രുവരി മാസം, ഇപ്പോൾ ലോകത്തേതെങ്കിലും അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. ആ കാസയിലേക്കും പീലാസിയിലേക്കും നിന്നെ സമർപ്പിക്കുക. ആ സ്വരത്തോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പോൾ ലോകത്തേതെങ്കിലും അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ആ ബലിയിലെ കാസിയിലേക്കും പീലാസിലേക്കും എന്നെ സമർപ്പിക്കുന്നു. പറഞ്ഞ നിമിഷം തന്നെ ആ വലിയ അസ്വസ്ഥ വിട്ടുപോയി. ഈശോ എന്നിട്ട് കൂട്ടിച്ചേർത്തു, മോനെ, ലോകത്തിന് മുഴുവൻ ജീവൻ കൊടുക്കുന്നത് എൻ്റെ ശരീരമാണ്. ഇത് നിൻ്റെ ടേണാണ്. അന്ന് മുതൽ ഇന്ന് വരെയും വിശുദ്ധ കുർബാന ഒരിക്കലും മുടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഈശോയെ ഒരിക്കലും ബലി മുടങ്ങരുത്. കാരണം ലോകത്തിന് ജീവൻ കൊടുക്കേണ്ടത് ഇത് എൻ്റെ ടേണാണ്. ഒരുപക്ഷെ ഞാൻ സങ്കീർത്തിയിൽ ഒരു പ്രൈവറ്റ് മാസം എന്ന് എനിക്ക് തോന്നാം. ഒരിക്കലും പ്രൈവറ്റ് അല്ല. അവിടെ മുഴുവൻ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും രക്ഷയും ആഗ്രഹിക്കുന്ന ലോകം മുഴുവനുള്ള ദൈവ മക്കളുടെ യാചനയുണ്ട്. ശുദ്ധീകരണ ആത്മാക്കളുടെ യാചനയുണ്ട്. വിശുദ്ധന്മാർ മുഴുവനുമുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ടേണാണ്. യാത്രകൾ ചെയ്തിട്ടുണ്ട്, ട്രെയിൻ യാത്രകളിൽ ബലിയർപ്പിച്ചു. ദൈവം ഒരിക്കലും മുടങ്ങാൻ സമ്മതിച്ചില്ല. ഒരു പ്രാർത്ഥന ഇതാണ്, ഒരിക്കലും മരണം വരെയും ഈ ലോകത്തിന് ജീവൻ കൊടുക്കുന്ന അങ്ങയുടെ ബലി എൻ്റെ ടേണാണിത്. ഞാൻ ബലിയർപ്പിക്കുന്ന സമയം ഏത് സ്ഥലത്തായിരുന്നാലും അതെൻ്റെ ടേണാണ്. ലോകത്തിന് ജീവൻ കൊടുക്കുന്നത്. അച്ഛാ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ 2 പ്രാവശ്യം മാതാവിനെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാതിരിക്കാം പറ്റില്ല, എനിക്ക് ചോദിക്കാതിരിക്കാം. കാരണം പ്രത്യേകിച്ച് ഈ വീട് വിട്ടും അമ്മയെ വിട്ടും അപ്പനെ വിട്ടും ഒക്കെ പോരുന്ന വൈദികർക്ക്, കാരണം തീർച്ചയായിട്ടും ഒരു ഡിറ്റാച്ച്മെൻറ്റും കൂടിയാണല്ലോ ഈ ദൈവവിളി എന്ന് പറയുന്നത്. പലപ്പോഴും കൂട്ടായിട്ടുള്ള അത് മാതാവാണ്. അച്ഛൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? മാതാവിൻ്റെ ഒരു ഇടപെടൽ ജീവിതത്തിൽ അല്ലെങ്കിൽ സാന്നിധ്യം? തീർച്ചയായിട്ടും എൻ്റെ ദൈവവിളി തന്നെ എനിക്ക് തന്നത് സർദാനയിൽ ഞാനായിരുന്നു. 1990 ഇന്ത്യൻ 2000 സർദാന മീററ്റിലുള്ള മാതാവിൻ്റെ പള്ളിയായിരുന്നത്. വിശുദ്ധ പാതിരാപ്പിയോ പഞ്ചശതങ്ങൾ തൊട്ട് വെഞ്ചരിച്ചൊരു ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പള്ളിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഉച്ചയ്ക്ക് 1:30 മുതൽ 5:30 വരെയും ഒരു ലേമാനായ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം വയസ്സ് 30 ആ കാലഘട്ടമാണ്. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, അവനോട് ഒന്നെങ്കിൽ കല്യാണം കഴിക്കാൻ പറ, അല്ലെങ്കിൽ വൈദികനാകാൻ പറ, ഏതെങ്കിലും ഒന്ന്. അപ്പം ഞാനിത് സമ്മതമാണ്. അപ്പം ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? മാതാവിനോട് ഞാൻ പറയും, എൻ്റെ അമ്മയോട് ആ ഒരു സജീവ സാന്നിധ്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തയ്യാറാണ് രണ്ടിനും. ഏതിലേക്കാണ് എന്നെ വിളിക്കുന്നത്? ഒരേ സമയത്ത് മുന്നില്ല, ഒരേ സമയത്ത് എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു വിളി അമ്മയോട് ചോദിച്ചു, അമ്മയെ എന്നെ സഹായിക്കണം. അപ്പോൾ ആ ഒരു അമ്മയുടെ സജീവ സാന്നിധ്യം അന്നു മുതൽ എനിക്ക് നല്ല വ്യക്തതയുണ്ട്. എൻ്റെ അമ്മയാണ്. കാരണം ഈശോയ്ക്ക് ബലിയർപ്പിക്കുവാനായി ശരീരം കൊടുത്തവൾ അമ്മയാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിലൂടെ
അവൾ മറിയത്തിൽ നിന്ന് മാംസം ധരിക്കുകയാണ്. മറിയത്തിൽ നിന്നാണ്, പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോയ്ക്ക്. അപ്പോൾ ഈശോയ്ക്ക് ബലിയർപ്പിക്കാൻ ശരീരം കൊടുത്ത അമ്മ. അപ്പോൾ ഈ അമ്മയാണ് പുത്രന് കൊടുത്തത്. അപ്പോൾ ഈ അമ്മയുമായിട്ടൊരു പുരോഹിതന് മാത്രമല്ല, ഒരു ദൈവ പൈതലിന്. അപ്പോൾ ഈ അമ്മയോട് എൻ്റെ ജീവിതത്തിൽ എന്നും ചില കാര്യങ്ങൾ കാണുമ്പോൾ വേദന തോന്നും. നമ്മൾ മച്ചയും മനുഷ്യരാ, ചില കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യം തോന്നും. അപ്പോൾ അമ്മയോട് പറയും, അമ്മേ എൻ്റെ ഹൃദയം കഠിനമാകുന്നു അമ്മേ, മാംസമുള്ള. കാരണം അമ്മ ശത്രുക്കളുടെ മധ്യം നിൽക്കുമ്പോഴും, കൽവരിയുടെ പുത്രനോട് ചേർന്ന് നിൽക്കുമ്പോഴും അമ്മയുടെ മനസ്സിൽ ശത്രുതയില്ല. അനേകം അമ്മയുടെ ഘാതകരാ, ശത്രുക്കളുടെ മധ്യ, പക്ഷെ അമ്മയുടെ ഉള്ളിൽ വെറുപ്പില്ല. ആ അമ്മയോട് ഞാൻ ചോദിക്കുമായിരുന്നു, അമ്മേ പുത്രൻ സ്നേഹിക്കുന്ന ഈ മകനെ സ്നേഹിക്കുവാൻ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും അമ്മയോട്. അമ്മയോരെ കാണുമ്പോഴും അത്ര ഈസിയല്ല ചില കാര്യങ്ങൾ കാണുമ്പോൾ സ്നേഹിക്കുക. പക്ഷെ ഈശോ സ്നേഹിക്കുന്നുണ്ട് ആ മകനെ, ആ മകളെ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ ഈ മകനെ സ്നേഹിക്കുവാൻ എൻ്റെ അമ്മയെ എനിക്ക് കൃപ തരണേ. അമ്മയുടെ ഹൃദയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ അതേ സ്നേഹമാണ്. അതുകൊണ്ട് എന്നും ഞാൻ ഇതുവരെ അമ്മേനെ ആ രീതിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞോണ്ട് ദർശനങ്ങളോ അങ്ങനെയുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. പക്ഷേ അമ്മേ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്നെ മാറോടണയ്ക്കുന്ന ഒരനുഭവം. മടിയിൽ കിടത്തിനെ അമ്മേ, പുത്രൻ്റെ മേനി മടിയിൽ കിടത്തി തകർന്നെറിഞ്ഞ മേനി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ക്ഷീണം ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മയെ മടിയിൽ കിടത്തണം. അനേകർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ആത്മാവിൽ തകർന്ന മക്കൾ വരുമ്പോൾ അമ്മയോട് പറയും, വ്യത്യസ്ത ജീവിതാന്തസ്സുകൾ സമർപ്പണം പലതും വരുമ്പോൾ, അമ്മേ ഈ തകർന്നടിഞ്ഞ മേനിയെ, ആത്മാവിനെ അമ്മയുടെ മടിയിൽ കിടത്തണം. പക്ഷേ മാതാവ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇടപെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ അച്ഛൻ്റെ ശുശ്രൂഷ മേഖലയിൽ തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? ധാരാളം അനുഭവങ്ങൾ അത്തരത്തിലുണ്ടാവും. അച്ഛൻ ഒന്ന് ജയിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട, ജീസസ് ഫ്രട്ടേണിറ്റിയുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനത്തിലെ ചില വിശേഷങ്ങൾ, കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ, പക്ഷെ അത്ര എളുപ്പമുള്ളൊരു മേഖലയല്ല. ഒന്ന് പങ്കുവെക്കാമോ അച്ഛൻ അത്തരം ശുശ്രൂഷ മേഖലകളുടെ അനുഭവങ്ങൾ? പലപ്പോഴും പലർക്കുമുള്ള ധാരണ ഇതാണ് ഉള്ളിൽ കിടക്കുന്നത്, ഇവനൊക്കെ എന്തിനാണ് ചെലവ് കൊടുക്കുന്നത്? പലർക്കുമുള്ള ധാരണയാണ്. കാരണം ഈ നിരപരാധികളെ കൊന്നൊടുക്കിയവൻ, തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ അവന് വേണ്ടി എന്തിനാണ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മറ്റുള്ള എല്ലാ ശുശ്രൂഷകളിലും ഫലം പെട്ടെന്നാണ്, പെട്ടെന്ന് പോയി കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടും. ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് നമുക്ക് ഫലം, ചിലത് പെട്ടെന്ന് കാണാൻ, ചിലത് ഉണ്ടാവില്ല. കാരണം ചിലരൊക്കെ തിരിച്ചു പോകും. അനേകം കുടുംബങ്ങളെ സെറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അവരിലൊക്കെ ചിലർ പഴയ പാവടിയിൽ അല്ലെങ്കിൽ പോലും ചിലർ തിരിഞ്ഞു പോയി. അപ്പോൾ ചിലർ വേണമെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതിന് വല്ലതും പ്രയോജനമുണ്ടോ? കാരണം ഇത്രത്തോളം സമയം, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം കൊടുക്കുക, ചിലപ്പോൾ സമ്പത്ത് പോലും നമ്മൾ ഇവരെ സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും. എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മറ്റ് മിനിസ്ട്രി പോലെ ഒരുപക്ഷെ പെട്ടെന്ന് ഫലം കാണുന്നില്ല ദൃശ്യമായിട്ട്, പക്ഷെ നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ അനേകരുടെ. അത് ഒരു അനുഭവമാണ്. എറണാകുളം ജയിലിൽ ശുശ്രൂഷ ഞായറാഴ്ചകളിൽ 2-3 ഞായറാഴ്ചകളിൽ ജയിലിൽ കുർബാന അർപ്പിക്കും. കുർബാന അർപ്പിക്കുമ്പോൾ ചിലപ്പോൾ ലാറ്റിൻ മാസം ആയിരിക്കാം, 2 റേറ്റ് എനിക്കുണ്ട്, 0 മലബാർ. പക്ഷെ അവിടെ ഈശോയുടെ വചനം ഞാൻ കൊടുക്കും, സ്നേഹത്തിൻ്റെ കാരണം. അവരെ സ്നേഹിക്കുന്ന ഈശോ, അവർക്ക് ദൈവം ഇട്ട പേര് ദൈവ പൈതലാണ്. നമ്മളിട്ട പോക്കറ്റടിക്കാരൻ, പെണ്ണിപിടുത്തക്കാരൻ എന്ന് വെച്ചാൽ അവൻ്റെ പ്രവൃത്തി മൂലം ഈ ലോകം, നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ലോകം ഇട്ട പേര് അവൻ്റെ ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ദൈവം ഇട്ട പേര് നീ ദൈവ പൈതലാണ്. അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ ആ വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഈ വ്യക്തികളെ നമുക്ക് നേടാൻ പറ്റും. ഇതിനകത്ത് എല്ലാവരും തെറ്റ് ചെയ്തവരൊന്നുമല്ല, ചിലർ പെട്ടുപോയവരുണ്ട്, അനേകരുണ്ട്. കാരണം കോടതിക്ക് വേണ്ടത് സാക്ഷികൾ, തെളിവ്, സാഹചര്യ തെളിവുകളാണ്. ചെയ്തോ ചെയ്തില്ല എന്നല്ല, തെളിവാണ്. ചെയ്തവൻ രക്ഷപ്പെടുന്നതും തെളിവുള്ള അഭാവം, ചെയ്യാത്തവൻ പിടിക്കപ്പെടുന്നതും തെളിവുകളുള്ളതുകൊണ്ട്. അപ്പം ആ മേഖലകളിൽ ഈ ഒരു കാഴ്ചപ്പാടാണ്, പെട്ടെന്നാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേപോലെ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. തിരിച്ച് പഴയ പടിയിലേക്ക് പോയവരുണ്ട്. മറ്റൊരനുഭവമാണ്, ഇതുപോലെ വർഷങ്ങളായിട്ട് ഒരു മകൻ ഭാര്യയായിട്ട് ഇപ്പോൾ ജീവിച്ച് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക, അവർ ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ മകൻ മദ്യത്തിന് അടിമയായി. ഈ മദ്യത്തിന് അടിമയായിട്ട് വന്നത് ലിവർ സിറോസിസ് വന്നു. മകനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച്, എല്ലാം പ്രാർത്ഥനയുണ്ട്, എല്ലാ സമയത്തുണ്ട്, ചുമ്മയൊന്നുമല്ല. കാരണം തിന്മ എന്ന് പറയുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാത്രം പോരാ, പ്രാർത്ഥിക്കണം. തിന്മ വിട്ട് ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം വേണം. അതിന് മറ്റൊന്നിനും സാധിക്കില്ല. ഇരുട്ടിന് പോകാൻ മരുന്നിനൊന്നും പറ്റില്ല, വെളിച്ചം തന്നെ യേശു തന്നെ വേണം.
പ്രാർത്ഥിച്ച് ഈ വ്യക്തിനെ മദ്യപാനികളുടെ ധ്യാനത്തിന് വിട്ടു. തിരിച്ചു വന്ന് ഒരു പെട്ടി ഓട്ടോറിക്ഷ എടുത്തു കൊടുത്തു. 8 മാസം നന്നായി ജീവിച്ചു. അതിനുശേഷം എറണാകുളം പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനെ കണ്ടെത്തി പറഞ്ഞു, അളിയ നീ എല്ലാം നിർത്തിയില്ല, ബീർ കുടിച്ചോ, കുഴപ്പമില്ല. 8 മാസം നന്നായി ജീവിച്ച മകൻ ബീർ കുടിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മുഴുവൻ മദ്യത്തിനടിമയായി. വീണ്ടും ലിവർ സിറോസ് ചെയ്തു. ഈ വ്യക്തി വീണ്ടും വന്നപ്പോൾ അനേര് ചോദിച്ചു, എന്തിനാ ഇതുപോലെ? വേറെ പണിയില്ലാത്തതുകൊണ്ട് അച്ഛൻ. പക്ഷേ ഈശോയുടെ സ്നേഹം, കാരണം ഈശോ ഇന്നും അവനെ സ്നേഹിക്കുക. ഞാൻ വേദനയോട് പറഞ്ഞു, എനിക്ക് സഹോദരനെ പരിചയപ്പെടേണ്ടായിരുന്നു, കാരണം വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവൻ വരുന്നുമില്ല. വീണ്ടും പിടിച്ച് 2 ദിവസം പൂസലാണ്, നല്ല മദ്യപിച്ച് പൂസിലാണ് വരുന്നത്. അവിടെ കിടത്തി വീണ്ടും കൊളത്തുവേല ധ്യാനത്തിന്, ആന്തരിക ധ്യാനത്തിന് വിട്ടു. ആന്തരിക ആദ്യം വിട്ടത് മദ്യപാനുള്ള ധ്യാനം, ട്രീറ്റ്മെൻറ്റുള്ള ധ്യാനത്തിന്. 2ാമത് വിട്ടു. ഇന്ന് ആ മകൻ 1 വർഷത്തോളമായി. ഇന്ന് ആ മകൻ അതിനുശേഷം വീട്ടിൽ 2 ബെഡ്റൂം, ബാത്റൂം ബെഡ്റൂം പണിതു, കിച്ചൺ പണിതു. അവൻ ഇന്ന് അതിലുപരി ആത്മാവ് രക്ഷപ്പെട്ടു. കാരണം മദ്യപാനം ഒരേ സമയത്ത് സാമ്പത്തിക ആത്മാവിന് വളരെ വ്യക്തമാണത്. ഒരു ആത്മീയ മേഖലയുണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ പ്രതി ചെയ്തുകൊണ്ട് എൻ്റെ വേദന മുഴുവൻ ഈ ആത്മാവ് നശിക്കുന്നു. സമ്പത്തി നഷ്ടമുണ്ട്, കുടുംബം തകരുന്നുണ്ട്, പക്ഷേ അതിലൊരു ഈ ആത്മാവ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും തേടിപ്പോകുന്ന ഈശോ, കാത്തിരിക്കുന്ന ഒരു ഈശോയുടെ രൂപം. വേദനകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ തന്നെ പോകുന്നത്. അച്ഛൻ പ്രത്യേകിച്ച് ഇപ്പോൾ അച്ഛൻ ഈ ഇങ്ങനൊരു കാര്യം പറയുമ്പോഴും ഇപ്പോൾ തീർച്ചയായിട്ടും ആ മദ്യപാനിയായിട്ടുള്ള അങ്ങനെ മാറുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇത് ഒരു എളുപ്പത്തിൽ, കാരണം അത്ര എളുപ്പമല്ലല്ലോ ഇങ്ങനത്തെ ഒരു ശുശ്രൂഷ മേഖല. കാരണം ഇത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന, അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്ന ഫലം കാണത്തില്ല, പെട്ട റിയാക്ഷൻ ഇത് വരും. അപ്പോൾ ഇന്ന് ഇവരുടെ ഈ കുടുംബാംഗങ്ങൾ, ഈ ജയിലിൽ കഴിയുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളും കുട്ടികളും ഒക്കെ ഇതുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ അച്ഛന് കിട്ടുന്ന സ്വീകാര്യത എന്താ? അത്ര എളുപ്പമാണോ ഇതങ്ങനെ അങ്ങോട്ട് ചെല്ലാനൊക്കെ? അവർ അക്സെപ്റ്റ് ചെയ്യുമോ? ചില കാര്യങ്ങളിൽ അവിടെ നമ്മൾ ഇവരുടെ ചില കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പാടില്ല, ഒരു അപ്പൻ ജയിലിൽ കിടന്നതെന്ന് അറിയാൻ പാടില്ല, കുഞ്ഞുങ്ങൾക്കറിയാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു ഇതിലല്ല. ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക്, ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് സാധാരണ ഞാൻ പോകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ന് കാസൊന്നും ഉണ്ടാവില്ല, സാധാരണ ഡ്രസ്സ് പോകുന്നു, ഓടിപ്പോയി വരുന്നു, ഇവരോട് വർത്താനം പറയുന്നു. അപ്പോൾ ഇവർക്കറിയാൻ പാടില്ല. ചിലർക്കറിയാം എൻ്റെ അപ്പൻ, കാരണം ഇന്ന് ജയിലിൽ കിടക്കുന്ന അപ്പൻ്റെ മക്കളുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള മറ്റാരും അവിടെ കയറി ചെല്ലുന്നില്ല. അപ്പൻ ഏതോ സമയത്ത് ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് അതിൻ്റെ മുഴുവൻ ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ ഒരു ശുശ്രൂഷയും അവിടെ ചെല്ലുന്നതൊക്കെ അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം എല്ലാവരും അവർ അവജ്ഞയോടെ മാത്രം കാണുമ്പോൾ. അച്ഛൻ, ഞാൻ മറ്റൊരു കാര്യം, ഇതൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് തീരാൻ പാടില്ലേ? വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മടുക്കൂലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ? കാരണം അച്ഛൻ ഇപ്പോൾ പറഞ്ഞ ഓരോ ശുശ്രൂഷ മേഖല, ഇപ്പോൾ ജയിൽ മിനിസ്ട്രി ആയാലും ഈ മദ്യപിക്കുന്ന ഒരാളെ മദ്യപാനം മാറ്റം നടക്കുന്നതാണെങ്കിലും ഇതൊരു വെറുതൊരു സാമൂഹ്യ പ്രവർത്തനം മോശമാണെന്നല്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അച്ഛനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ, തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞാൽ മുമ്പ് നമുക്ക് ഇവരിൽ വ്യത്യസ്തമായി കാണാൻ പറ്റുന്നതുകൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുന്നത്? എന്താ അച്ഛൻ അതിൻ്റെ പ്രചോദനം? തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്യുന്ന ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് ആത്മാവിൻ്റെ പിൻബലം വേണം. ഈ എല്ലാ ജയിൽ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് ജയിലിന് വെളിയിൽ നിന്ന് ഞങ്ങൾ ജപമാല ചെല്ലും. വോളണ്ടിയേഴ്സ് മാത്രമല്ല എൻ്റെ കൂടെയുള്ള. ഇത് ഞാനായിട്ട് തുടങ്ങിയ ശുശ്രൂഷയല്ല, അനേകം അവർ തുടങ്ങിയത് ഞാൻ ടേക്ക് ഓഫ് ചെയ്തു. ഞാൻ ചിലപ്പോൾ 3 വർഷം 4 വർഷം മുമ്പ് മാറും. പക്ഷെ ആര് മാറിയാലും ഞാൻ ചെയ്യുമ്പോൾ എൻ്റേതായ ഒരു തനിമയുണ്ട്. കൊച്ചേസൊക്കെ പറയാറുള്ളതാണോ, കൊച്ചേസി എന്ത് ചെയ്താലും പുല്ല് കുറച്ചാലും കൊച്ചേസി ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, മറ്റുള്ളത് ചെയ്യുന്ന ഈശോയ്ക്ക് വേണ്ടിയല്ല, നല്ല മറിച്ച് ഞാൻ ചെയ്യുമ്പോൾ എൻ്റേതായ എൻ്റെ ഈശോ തന്നിരിക്കുന്ന ആ ഒരു സ്നേഹം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ പിൻബലമാണ്. കാരണം ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ മടുത്തു പോകും. റൈജു പറഞ്ഞോണം, മടുത്തു പോകും. ഏത് സോഷ്യൽ വർക്കായാലും കുറേ കഴിയുമ്പോഴത്തേന്, കാരണം തിരിച്ച് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ മടുത്തു പോകും. ഇപ്പോൾ വളരെ എല്ലാവരെയും കുടിച്ച് റോട്ടേഷൻ മേടിച്ചു കൊടുത്ത് അവൻ കുടിച്ചു, ആ കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവനൊന്നും നന്നാവാൻ പോകുന്നില്ല, ചൊവ്വാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് അത്? മടുക്കും. മടുക്കാതിരിക്കുന്ന പ്രചോദനം ഈ പ്രാർത്ഥന. ഈ ജയിലിൽ കഴിയുന്നവർക്ക് വേണ്ടി എല്ലാം 1-ാം ഞായറാഴ്ചകളിലും ഇത് പ്രവർത്തിക്കുന്ന എറണാകുളം സോണിൻ്റെ ഞാൻ കോർഡിനേറ്ററാണ്, ഡയറക്ടറാണ്. എറണാകുളം സോണിൻ്റെ ജീസസ് ഫ്രട്ടേണിറ്റിയുടെ ഡയറക്ടറാണ്. ഇത് PMI പ്രസന്റ് മിനിസ്ട്രി ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് തുടങ്ങിയത് കേരളത്തിലാണ്. അന്നിട്ട പേരാണ് ജീസസ് ഫ്രട്ടേണിറ്റി. ഇന്നിത് ഓൾ ഇന്ത്യ ബേസിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഞങ്ങളെല്ലാ 1-ാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി വിശുദ്ധ കുർബാന
എഴുന്നള്ളിച്ച് വെച്ച് വോളണ്ടിയേഴ്സ്, സിസ്റ്റേഴ്സ് ഉണ്ട്, ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, ആത്മായ സഹോദരങ്ങളുണ്ട്. എന്നെക്കാളൊക്കെ 10 മടങ്ങ് അവരുടെ എല്ലാത്തും കൂടി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അച്ഛൻ പറയുന്നതിൽ നിന്ന് വളരെ ക്ലിയറാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തെ, ആ ദൈവത്തെ തന്നെ, ദൈവസാന്നിധ്യം തന്നെ മറ്റൊരാളിൽ കണ്ടുകൊണ്ട് ആ സ്നേഹം പങ്കുവെക്കലാണ്. അച്ഛൻ്റെ മറ്റൊരു ശുശ്രൂഷ മേഖലയും കൂടി ഒന്ന് പരാമർശിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകേണ്ടി വരും. അച്ഛന് ഈ HIV ബാധിച്ച സഹോദരങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തന മേഖല, അതിനെക്കുറിച്ചുകൂടി അച്ഛൻ പറയാമോ അച്ഛൻ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കെയർ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂരാണ് എൻ്റെ ആസ്ഥാനം. അതിൻ്റെ കീഴിലായിട്ട് ചിരാല്, തിരുവനന്തപുരം, എറണാകുളം HIV ബാധിച്ച നാനാതര മതസ്ഥർ വരുന്നുണ്ട്. എല്ലാ 3-ാം വ്യാഴാഴ്ചകളും അവർ ഞങ്ങളുടെ ഹൗസിൽ വരും. ഇവർ വന്നിട്ട് അവിടെ ഒരു ഡോക്ടർ സിസ്റ്ററുണ്ട്, ഓൾട്ടർനേറ്റ് തെറാപ്പിയുള്ള സിസ്റ്റർ, അവരെ കൗൺസിൽ ചെയ്യും. അവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ചെറിയൊരു സാമ്പത്തിക സഹായം, ലോക്കൽ ഫണ്ട് റേസ്, വേറെ ഒരു ഫോറിൻ ഫണ്ട് ഇല്ല. അത് എൻ്റെ സഭ എനിക്ക് അധികാരം തന്നു. ഞങ്ങൾ വലിയ കോൺഗ്രിഗേഷന് ഞങ്ങളുടെ പ്രൊവിൻസ് അസച്ചതല്ല, ചെയ്യാൻ എനിക്ക് അനുഭവം തന്നു. റിസോഴ്സ് ഞാൻ കണ്ടെത്തണം. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇവർ ചില സമയങ്ങളിൽ ഇവർ ബോഡി മുഴുവൻ വീക്കാം, മക്കൾ പഠിക്കുന്നുണ്ട്, ഇവരെ ഒരിക്കലും ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. നേഴ്സിങ്ങിന് പഠിക്കുന്നവരുണ്ട്, സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നത്. ഇവർ ചിലപ്പോൾ വീക്കായി പോകും. ഐഡൻറ്റിറ്റി പുറത്തറിഞ്ഞാൽ മക്കൾക്കൊക്കെ അത് ബാധിക്കും. കാരണം അത്രത്തോളം നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല. അപ്പോൾ ഇതെപ്പോഴും ഇവരുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾ കീപ്പ് ചെയ്യുന്നു. ഒപ്പം തന്നെ വിവാഹം കഴിക്കാതുണ്ട്. ഇവർ വീണ്ടും അനേകർക്ക് വേണ്ടി ഇവരെ പാപത്തിൽ നയിക്കാം, പക്ഷെ വീണ്ടും അനേകം ഈ രോഗം കൊടുക്കാം. പക്ഷേ അത് ചെയ്യാതെ ഇവരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഒരു അബദ്ധം പറ്റിയതാകാം, എന്തെങ്കിലും ആകാം, നമ്മളതിനെക്കുറിച്ച് റൂട്ട് തിരയാൻ പോകുന്നില്ല. പക്ഷേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന, അതാണ് എപ്പോഴും എൻ്റെ എനിക്കെല്ലാം ചെയ്യാൻ, ഞാൻ ഇവരോട് പറയും എനിക്ക് എന്തോരം ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ചെയ്യാൻ ഈശോ എന്നെ അനുവദിക്കുന്നു. എത്രത്തോളം എന്നല്ല, എനിക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഈശോ എന്നെ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ചെയ്താൽ മതി. എനിക്ക് ചിലപ്പോൾ 50,000 കൊടുക്കാൻ പറ്റില്ല, എനിക്ക് 10 രൂപയായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊരു പ്രാർത്ഥിക്കാനായിരിക്കും. അത് ചെയ്യണം. പക്ഷെ അച്ഛാ, ഈ HIV ബാധിച്ച ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരെ പോയി കാണുമ്പോൾ അവരുടെ അച്ഛന് പേടിയില്ലേ? ഒരു കാരണവശാലും അത് നമുക്ക് എന്നെ അറിവുകളുണ്ടോ എന്ന് വെച്ചാൽ ഇതിനെ പലരും തെറ്റിദ്ധാരണയുള്ളതുകൊണ്ടാണ്. കാരണം അവരുടെ കൂടെ അടുത്ത് മുട്ടി നിരുന്നുകൊണ്ടോ കൈരം കളിച്ചോ എല്ലാവരെയും കാര്യങ്ങൾ, ഈ സഹോദരങ്ങളുടെ കാര്യങ്ങൾ വിളിച്ച് ഞങ്ങൾ ഒന്നിച്ച് കൂട്ടുകാരെ പോലെയാണ്. അവിടെ വരുമ്പോഴെല്ലാം ഒന്നിച്ച് ഞങ്ങൾ ഭക്ഷിക്കും ഒരേ ഇതിൽ. പക്ഷെ ആ ഒരു കാരണം അത് നമുക്കറിയാം, പലരെയും ബ്ലഡിലൂടെ തന്നെയാണിത് പകരുന്നത്, അല്ലാണ്ട് സംസാരിച്ചതിലൂടെ ഒന്നും പോകുന്നില്ല. ഒരു ചിന്തിച്ചു നോക്കി, കൊതുകിലൂടെ ഈ രോഗം ദൈവം കൊടുക്കാത്ത ദൈവത്തിൻ്റെ ഒരു അത്ഭുതം. ഒരു എയ്ഡ്സ് രോഗിനെ കൊതുക് കടിച്ചിട്ട് ആ കൊതുക് പോയിട്ട് ഇപ്പോൾ റൈജുവിനെ കടിച്ചു കഴിഞ്ഞാൽ റൈജുവിന് എയ്ഡ്സ് കിട്ടുന്നില്ല, മറ്റു പല രോഗം കിട്ടുന്നുണ്ട്. മലേറിയ കിട്ടുന്നുണ്ട്, മറ്റു പല രോഗം കിട്ടുന്നുണ്ട്. കൊതുകിലൂടെ എയ്ഡ്സ് വരുത്താത്ത ദൈവത്തിൻ്റെ ഒരു അത്ഭുതം. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ പരിപാലന, അതിലുപരി ഇവരുടെ ആ ഒരു ഇവർ തമ്പുരാൻ്റെ പൊന്നോ, നമ്മൾ എപ്പോഴും അതാണ്. അച്ഛാ, തീർച്ചയായിട്ടും. പക്ഷെ ഇന്ന് ഈ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അൽമായരായാലും സിസ്റ്റേഴ്സ് ആയാലും വൈദികരായാലും ഒക്കെ മിഷണറി തീഷ്ണതയുണ്ട്, പക്ഷെ പല കാര്യങ്ങളിലേക്കും ഇറങ്ങി ചാടാൻ അവർക്ക് ധൈര്യമില്ലാത്ത പേടിയാണ് പലപ്പോഴും അവരെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകം. പക്ഷെ അത് ദൈവപരിപാലനെ കുറിച്ചുള്ളൊരു ബോധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്ന് ഷുവറാണ്. അല്ലെങ്കിൽ അച്ഛനൊന്നും ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെന്ന് വളരെ ക്ലിയർ ആണല്ലോ. അച്ഛൻ്റെ മുമ്പ് പങ്കുവച്ചപ്പോൾ കുച്ചറേസ്യ പുണ്യവതിയെക്കുറിച്ച് കുച്ചറേസ്യ പുണ്യവതി പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്ത് തന്നെ വലിയൊരു വെളിച്ചം ഞാൻ കണ്ടു. കുച്ചറേസ്യ പുണ്യവതിയായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അച്ഛനൊരു അടുപ്പം? തീർച്ചയായിട്ടും വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന കുച്ചറേസ്യയാണ്. തിയോളജി സമയത്ത് സെക്കൻഡ് ഇയറിൽ ഞാൻ കുച്ചറേസ്യ പറഞ്ഞു, കുച്ചറേസ്യയെ ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു, ആത്മീയ മകനായിട്ട് എന്നെ തിരഞ്ഞെടുക്കണം. കാരണം ഞാൻ എന്നോ ഏതോ പ്രായത്തിലെന്ന് എനിക്ക് ഓർമ്മയില്ല, കുച്ചറേസ്യ പറഞ്ഞായിരുന്നു, വലിയ വിശുദ്ധന്മാർ ചെയ്യുന്നോണം വലിയ ചെമ്മട്ടി കൊണ്ട് അടിക്കാനൊന്നും എൻ്റെ ശരീരത്തിന് ആരോഗ്യമില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഈശോയുടെ മുമ്പിൽ വരുന്ന ഞാൻ കരയും. അപ്പോൾ ഈശോയുടെ കരമാകുന്ന ലിഫ്റ്റ് എന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തും. അപ്പോൾ കുച്ചറേസ്യ കാണിച്ചു തന്നത് ആത്മീയ ശിശുത്വം, ഈശോയുടെ മുമ്പിൽ വരുന്ന കരയുക. അപ്പോൾ കരയാൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇന്നും എന്നും എൻ്റെ ശുശ്രൂഷ മുഴുവൻ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു പക്ഷേ ഇത് വിശ്വസിക്കണം നിർബന്ധമല്ല. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എന്ന് ചോദിക്കുക, അച്ഛാ കുച്ചറേസ്യ അച്ഛൻ്റെ തോളത്ത് ഇങ്ങനെ കരം പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ കണ്ടല്ലോ, പക്ഷേ എനിക്ക് കുച്ചറേസ്യയുടെ സജീവ സാന്നിധ്യം ഈ കാലഘട്ടം പോലും അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ പറയുന്നതാണ്. അപ്പോൾ ഈ കുച്ചറേസ്യയിൽ കിട്ടിയതാണ് ഈശോയുടെ മുമ്പിൽ കുഞ്ഞിനെ പോലെ ആത്മീയ ശുചിത്വം. ഈശോയെ ഇതാ എനിക്കൊന്നുമില്ല, അപ്പോൾ കണ്ണുനീരൊഴുകുന്ന ഒരു കൃപാവരം. ശരിക്കും എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയിൽ എന്തൊരു വലിയ സമ്പന്നതയാണ് ഈ വിശുദ്ധ ഗണം എന്ന് പറയുന്നത്.
പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ദൈവം വഴിയിൽ നമുക്ക് കൂട്ടുകാരായി തരുന്ന ധാരാളം വിശുദ്ധരുണ്ട്. അങ്ങനെ ഒരു വിശുദ്ധനെ കൂട്ടുപിടിക്കാൻ പറ്റി തന്നെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾക്ക് അല്ലേ ഒരു വിരാമമാവും. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം, അച്ഛൻ ദൈവവചന ശുശ്രൂഷ രംഗത്തൊക്കെ ധാരാളം ദൈവം അങ്ങനെ ഡയറക്റ്റ് വചന പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളും കൂടിയാണ്. ഈ പറഞ്ഞ ശുശ്രൂഷകളെല്ലാം ദൈവവചന പ്രഘോഷണ ഉപാധികൾ തന്നെയാണല്ലോ, അല്ലെങ്കിൽ അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ സോഷ്യൽ വർക്കുകളുടെ വ്യത്യാസം. അച്ഛൻ എന്താ അത്തരം ഒരു ശുശ്രൂഷ മേഖലകളെക്കുറിച്ചും വചനം ഇന്ന് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ഇന്നത്തെ നാടിൻ്റെ ഈ സാഹചര്യത്തിൽ ധാരാളം വചനപ്രഘോഷകരൊക്കെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യമില്ലേ, എന്താ അച്ഛനെ അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നു? തീർച്ചയായിട്ടും ഇനിയും വചനപ്രഘോഷിക്കണം, വ്യത്യസ്ത രീതിയിലാണ്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ദൈവമേ, അനേകർ വീണു പോയവരുണ്ട്, ദൈവാനുഭവം കിട്ടിയിട്ട് പിൻപിരിഞ്ഞു പോയവരുണ്ട്. വീണവനെ ഉയർത്തുന്ന ശുശ്രൂഷകരെ ദൈവം ഉയർത്തണമേ. ഉയർന്നു നിൽക്കുന്ന ദൈവാനുഭവത്തിലല്ല, വീണുപോയി, ദൈവാനുഭവം കിട്ടി, കുറേ നാൾ നന്നായിട്ട് ഓടി, വീണുപോയി, അവനിന്ന് നിരാശയില്ല. അവൻ ഉയർത്തണമെങ്കിൽ കരുണയുടെ വചനപ്രഘോഷകരുണ്ടാകണം. കാര്യം കരുണയുടെ വർഷമാണെങ്കിലും കരുണയുടെ വചനപ്രഘോഷകർ. അതുകൊണ്ടാണ് ഫൗസ്തീനയോട് ഈശോ പറഞ്ഞു, എൻ്റെ കരുണയെക്കുറിച്ച് ആത്മാക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയേറെ ആത്മാക്കൾ നശിച്ചു പോയിരുന്നില്ല. അതുകൊണ്ട് നീ എൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുക. എൻ്റെ വചന ശുശ്രൂഷകൾ മുഴുവൻ ഈശോയുടെ കരുണയിൽ നിറഞ്ഞോണ്ട്. അതിനർത്ഥം പാപത്തിൻ്റെ പരിണതഫലമില്ല എന്നല്ല, പക്ഷേ കർത്താവ് കരുണയാണ്. പാപം തിന്മയാണ്, അതിന് പരിണതഫലമുണ്ട്, അത് ദൈവം തരുന്ന ശിക്ഷയല്ല. അപ്പോൾ ഇനിയും അനേകർ വേണം. ഒന്ന്, റോഡിലേക്ക് അനേകർ എറിയപ്പെടാതിരിക്കാൻ വേണ്ടി പെട്ടവനെ എടുക്കാൻ വേണം. ജയിലിൽ കിടക്കുന്നവൻ്റെ അടുത്ത് പോകണം, ഇനി ജയിലിൽ വരാതിരിക്കാൻ വേണ്ടി വചനം പ്രഘോഷിക്കണം. അനേകർ ചോദിക്കുന്നത്, അന്നൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ ഈ കാര്യം ഒന്ന് ആഴത്തിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആകുമായിരുന്നില്ല. അപ്പം എല്ലാ മേഖലയിലും ഈ കാലം, പ്രത്യേകിച്ച് കുഞ്ഞു സ്കൂളുകളെല്ലാം ഒത്തിരി പേര് ആവശ്യമുണ്ട്. തമ്പുരാന് അനേകരെ ഇനിയും തീർന്നിട്ടൊന്നുമില്ല, അനേകരെ ആവശ്യമുണ്ട്. കരുണയും നിറഞ്ഞ വചനപ്രഘോഷകർ, കരുണ നിറഞ്ഞ വചനപ്രഘോഷകർ. പക്ഷെ ധാരാളം ഒരു മിഷണറി ഈ വിളികൾ പ്രേക്ഷിത തീഷ്ണതയോടെ ആളുകൾ രൂപപ്പെടട്ടെ, അൽമാരായിട്ടുള്ള ധാരാളം ആളുകൾ, അതുകൂടാതെ ധാരാളം ദൈവവിളികൾ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസം പേപ്പർ വായിക്കുമ്പോഴൊക്കെയും കേരളത്തിൽ പോലും ഇത്രയും സാഹചര്യങ്ങളുള്ള സ്ഥലത്ത് പോലും നമുക്ക് എന്നും കാണാം ധാരാളം അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങൾ. അച്ഛാ, ഞാൻ അവസാനത്തെ എൻ്റെ ഏറ്റവും ഒരു കൺക്ലൂഡിങ് പോയിൻ്റായിട്ട് അച്ഛൻ ഈ പറഞ്ഞിടത്തെല്ലാം ഇടയ്ക്ക് നമ്മളൊന്ന് പരാമർശിച്ചു പോയതാണെങ്കിലും അച്ഛൻ്റെ ഒരു വലിയൊരു പ്രത്യേകത, അത് കുഞ്ഞിലേശ പുണ്യവതിയുടെ ഒരു സ്വഭാവം കൂടി അച്ഛൻ കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ. അച്ഛൻ ഞാൻ മുമ്പ് പറഞ്ഞ ജീസസ് യൂത്തിൻ്റെ സോണൽ കോർഡിനേറ്റർ ആയിരുന്നപ്പോൾ മുതൽ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ പാചകം ചെയ്തിരുന്ന ആൾ ജീസസ് യൂത്ത് പ്രോഗ്രാമുകളിൽ അച്ഛനാണ്. അത് ഇന്നും അച്ഛൻ തുടരുന്നു. വൈദികനായിട്ടും അച്ഛൻ്റെ ആ ഒരു ലാളിത്യം, അച്ഛൻ്റെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടാത്തതും എന്നാൽ ഏറ്റവും അത്യാവശ്യമുള്ള ചെറിയ ശുശ്രൂഷകൾ ചെയ്യാനുള്ള അച്ഛൻ്റെ ഒരു സന്നദ്ധത, എന്താ അച്ഛൻ അതിന് കാരണം? കർത്താവ് എന്തോ ട്രിക്ക് ചെയ്യണ്ടല്ലോ. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈശോ എന്നിലൂടെ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ കർട്ടന് പിന്നിൽ വേണോ? ഈശോ ആഗ്രഹിക്കുന്നത് പിന്നിലാണ്. ഈ പിന്നിൽ ഇന്ന് ഈശോ ഇപ്പോൾ എന്നിലൂടെ ചെയ്യാൻ അടുക്കളയിലാണോ? അതാണ് ഈശോ തിരുഹിതം. മറിയം നല്ലത് തിരഞ്ഞെടുത്തു, തിരുഹിത. ഇപ്പം ആ സ്ഥാനത്ത് അവൾ അടുക്കളയിൽ പണിയണമെന്നാണ് തിരുഹിതമെങ്കിൽ നേരെ മറിയത്തോട് പറയും, മർത്ത നല്ലത് തിരഞ്ഞെടുത്തു. അതാ മാറ്റം. ഇപ്പോൾ ഈശോ നിന്നിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്? അത് പ്രാർത്ഥനയാണ് ഈശോ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കണം. അല്ല അടുക്കളയിൽ അടുക്കള. വചന സ്റ്റേജിലാണെങ്കിൽ നീ പിൻവലിയരുത്, സ്റ്റേജിലേക്ക് പോകണം. പക്ഷെ ഇതിലെല്ലാം ഇപ്പോഴും ഈശോ. അതുകൊണ്ട് ഇന്നും ഇത് ചെയ്യും. കാരണം ഇത് ഈശോയാണ് മാതൃക. അവിടുന്ന് പാദം കഴുകി ഗുരുവും നാഥനുമായി ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യും. ഈശോ ഇതിൽ വലിയൊരു മാതൃകയില്ലല്ലോ. അതാണ്. അച്ഛാ, ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു അൽമായ പ്രേക്ഷിതനായി ജീവിക്കാൻ ദൈവം പറഞ്ഞപ്പോഴും, വൈദികനാവാൻ ദൈവം പറഞ്ഞപ്പോഴും, മാനസികരോഗികളെ നോക്കാൻ പറഞ്ഞപ്പോഴും, ജയിലിലെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് പോകാൻ പറഞ്ഞപ്പോഴും, HIV ബാധിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴൊക്കെ അച്ഛന് സാധിച്ചതിൻ്റെ ഏറ്റവും കാതലായ കാര്യം അച്ഛൻ തിരുഹിതം തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ തിരുഹിതം മാത്രം ചെയ്യാൻ അച്ഛനെ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാലോം TVയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ 2 എപ്പിസോഡിലും ദൈവം നയിച്ച ഈ വഴികൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഏറെ നന്ദി. ഈശോയ്ക്ക് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങൾ
നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറി